നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓൾറെഡി സഹകാരിയിൽ നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് മിനിസ്റ്റേഴ്സിനെ പറ്റി. അപ്പോൾ ആ മിനിസ്റ്റേഴ്സിൽ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ, ആ സംഭവത്തിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. തുറമുഖം, ഓക്കെ, ആർക്കാണ് തുറമുഖം? വാസവനും. കടന്നപ്പള്ളിക്ക് പുരാവസ്തു മ്യൂസിയവും. ഓക്കെ, തുറമുഖം വാസവനും, കടന്നപ്പള്ളിക്ക് പുരാവസ്തു മ്യൂസിയവും, ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ മന്ത്രിമാരാരൊക്കെയാണ്? KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും. പുതുതായിട്ട് മന്ത്രിസഭയിലേക്ക് വന്ന ആൾക്കാരാണ്. ഗതാഗത വകുപ്പിൽ ഗണേഷ് കുമാറാണെന്ന് പലവട്ടം ഇല്ലേ, ഫുൾ യൂട്യൂബ് ചാനലുകളിലും ഇല്ലേ, നമ്മുടെ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞ ആളാണ്. ഗതാഗത വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങളും KSRTCയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹം KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഓക്കെ, ഇനി പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചിട്ട് ഗവർണറാണ് ആ ഒരു അംഗീകരിച്ച പട്ടിക കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാറിന് നേരത്തെ തീരുമാനിച്ച പ്രകാരം ഗതാഗത വകുപ്പാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഗതാഗത വകുപ്പ് ആണ് നമ്മുടെ KB ഗണേഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ KB ഗണേഷ് കുമാറിൻ്റെ വകുപ്പ് ഏതാണ്? ഗതാഗത വകുപ്പ്. അദ്ദേഹം സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. സിനിമാ വകുപ്പ് ആർക്കാണ്? സജി ചെറിയാന് തന്നെ അധികാരത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സിനിമാ വകുപ്പ് ആരുടെ അധികാരത്തിലാണ് ഉണ്ടാവുക? സജി ചെറിയാൻ. ഓക്കെ, ഗതാഗതമാണ് ആര്? KB ഗണേഷ് കുമാർ. കടന്നപ്പള്ളി രാമചന്ദ്രനിൽ ഏത് വകുപ്പാണ് ലഭിച്ചത്? രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു. എന്നാൽ തുറമുഖ വകുപ്പ് നൽകിയില്ല. കടന്നപ്പള്ളി രാമചന്ദ്രൻ പുതുതായിട്ട് നമ്മുടെ മന്ത്രിസഭയിലേക്ക് വന്ന 2 മെമ്പേഴ്സാണ്. ഒന്ന് ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും. ഓക്കെ, ഗണേഷ് കുമാറിന് ഏതാണ് ലഭിച്ചത്? ഗതാഗതമാണ്. നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ ലഭിച്ചത് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു. തുറമുഖ വകുപ്പ് അദ്ദേഹം ചോദിച്ചെങ്കിലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ പാർട്ടി ഏതാണ്? കേരള കോൺഗ്രസ് ആണ് അല്ലേ, കേരള കോൺഗ്രസ് ആണ്. അതിൽ ആകെ ഇപ്പോൾ ഒരൊറ്റ MLA ഉള്ളൂ, അതാരാണ്? ഗണേഷ് കുമാറാണ്. അടുത്തതായിട്ട് 2023 ഡിസംബർ 3 അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകനാണ് ഡോക്ടർ M കുഞ്ഞാമൻ. ആരാണടെ? 2023 ഡിസംബർ 3 അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകനാണ് ഡോക്ടർ M കുഞ്ഞാമൻ. ഓക്കെ, നമുക്കറിയാം PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യനാണ് അടുത്ത് മരണപ്പെട്ട അല്ലെങ്കിൽ അന്തരിച്ച ആൾക്കാരെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലേ. അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രത്യേകത? അദ്ദേഹം ഒരു ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത? ദളിതർക്കിടയിൽ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അവരുടെ ജീവിത നിലവാരം ഉയർത്താനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രയത്നിച്ച ഒരു ദളിത് നേതാവും കൂടി ആയിരുന്നടേ. ആര്? ഡോക്ടർ M കുഞ്ഞാമൻ. ആരാണ്? ഡോക്ടർ M കുഞ്ഞാമൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ദളിതരുടെ ഇടയിൽ അവരുടെ സാമ്പത്തിക നില, അവരുടെ ആ ഒരു ജീവിത നിലവാരം എല്ലാം ഉയർത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളും കൂടെ നടത്തിയ ഒരു വ്യക്തിയാണ് ആരുടെ? ഡോക്ടർ M കുഞ്ഞാമൻ. ഡോക്ടർ M കുഞ്ഞാമൻ. അപ്പോൾ ആരാണ് അദ്ദേഹം? ഒരു ദളിത് ചിന്തകനാണ്, അധ്യാപകനാണ്, UGCയുടെ അംഗവുമായിരുന്നു. 2021 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മികച്ച ആത്മകഥയുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്കിലും ഏത് കൃതിക്കാണ്? എതിര് എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? എതിര് എന്ന കൃതിക്ക് അദ്ദേഹത്തിന് 2021 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അതിനെ നിരാകരിച്ച ആളും കൂടെയാണ് ആരുടെ? ഡോക്ടർ M കുഞ്ഞാമൻ. അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച ഒരു പ്രശസ്ത ദളിത് ചിന്തകനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അല്ലേ. മരിച്ചത് 2023 ഡിസംബർ 3 അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഡോക്ടർ M കുഞ്ഞാമൻ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട്, അതേതാടെ? എതിര്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഓക്കെ, അതിൽ മെയിനായിട്ട് എതിരെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാത്രം എതിർപ്പ് നേരിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരുപാട് സക്സസ്ഫുള്ളായി മുന്നോട്ട് വന്നു അല്ലേ. അപ്പോൾ ദളിത് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളും കൂടിയാണ് ആരുടെ? ഡോക്ടർ M കുഞ്ഞാമൻ. അദ്ദേഹത്തിന് 2021
മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. പക്ഷേ അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. ആ കഥയുടെ പേരെന്താണ്? എതിര്. ഓർത്തു വെച്ചോളാം, എതിര് എന്ന ആ ഒരു ആത്മകഥ എഴുതിയ ആളാരാണ്? ഡോക്ടർ എം കുഞ്ഞാമൻ. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി ഞാൻ പറഞ്ഞു, ട്രൈബലായിട്ടുള്ള ദളിതരായിട്ടുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് അദ്ദേഹം, അല്ലെങ്കിൽ അവരുടെ ജീവിത സാമ്പത്തിക നിലവാരങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് ഓർക്കാൻ എളുപ്പമല്ലേ? ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ ഇക്കോണമി. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ ഇക്കോണമി. ട്രൈബൽ എക്കണോമിയുടെ ആ ഒരു എന്താ പറയുക, ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു വികസനം. ഓക്കെ, അതിൻ്റെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ബുക്കാണ് എന്തിടെ? ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കോണമി. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കോണമി എഴുതിയ ആരാണ്? എം കുഞ്ഞാമൻ. ഓക്കെ, സ്റ്റേറ്റ് ലെവൽ പ്ലാനിങ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യക്ക് മൊത്തമായൊരു പ്ലാൻസ് ഇല്ലാതെ ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് പ്ലാൻസ് വേണം എന്നൊക്കെ പറയുന്നൊരു ബുക്കാണ് എന്ത്? സ്റ്റേറ്റ് ലെവൽ പ്ലാനിങ് ഇൻ ഇന്ത്യ. ഓക്കെ, എന്താണ് സ്റ്റേറ്റ് ലെവൽ പ്ലാനിങ് ഇൻ ഇന്ത്യ? ഇനി കേരളത്തിൻ്റെ വികസന പ്രതിസന്ധി. ഓക്കെ, കേരളത്തിൽ ഇതൊക്കെയാണ് നമുക്കറിയാം, ഒരു സാമ്പത്തിക ചിന്തകനും കൂടെ ആയിരുന്നു അല്ലേ? സാമ്പത്തിക ചിന്തകനായിരുന്നു ഡോക്ടർ എം കുഞ്ഞാമൻ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക നില ഉയരാൻ വേണ്ടിയിട്ടും എന്താണ് കേരളത്തിൻ്റെ പ്രതിസന്ധികൾ, എന്തൊക്കെ നമ്മൾ നേരിടണം, ഇതിനൊക്കെ പറ്റി പറയുന്നൊരു ബുക്കാണ് കേരളത്തിൻ്റെ വികസന പ്രതിസന്ധി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ഓർക്കുക. ഒന്നാമത്തത് എതിരാണ്, ആത്മകഥയാണ്. 2021 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ബുക്കുകൾ ഉറപ്പായാലും ഓർത്ത് വയ്ക്കാം. അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കോണമി. ഓക്കെ, ദളിതരായ ആൾക്കാരുടെ ജീവിത നിലവാരം, സാമ്പത്തിക നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ്. സ്റ്റേറ്റ് ലെവൽ പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആർക്ക് വേണ്ടിയിട്ടാണ്? സംസ്ഥാന തലത്തിൽ പ്ലാൻസ് ഉണ്ടാകണം. ഓക്കെ, കേരളത്തിലെ വികസന പ്രതിസന്ധി, കേരളത്തിൻ്റെ വികസന പ്രതിസന്ധി എന്താണെന്നും എല്ലാം പറയുന്ന ഒരു കൃതിയാണ്. അടുത്തത് നമ്മൾ ഗഗൻയാൻ പഠിച്ചപ്പോഴത്തേക്കും ഒരു ശാസ്ത്രജ്ഞയെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ? ഗഗൻയാൻ്റെ നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? ഡോക്ടർ വി ആർ ലളിതാംബിക. ആരാടെ? ഡോക്ടർ വി ആർ ലളിതാംബിക. ബഹിരാകാശ രംഗത്ത് നമുക്കറിയാം, ഗഗൻയാൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നമുക്ക്, അല്ലെങ്കിൽ ഗഗൻയാനുമായിട്ട് ഇസ്രോയുമായിട്ട് വളരെയധികം സഹകരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഫ്രാൻസും റഷ്യയും. ആ ഫ്രാൻസുമായിട്ട് ഇസ്രോയുടെ ഇത്രമാത്രം ഉടമ്പടികളും അല്ലെങ്കിൽ ആ ഒരു ബന്ധം മെച്ചപ്പെടുത്താനൊക്കെ ഒരുപാട് സഹായിച്ച ഒരു ശാസ്ത്രജ്ഞയും കൂടെ ആണ് ആര്? നമ്മുടെ ഡോക്ടർ വി ആർ ലളിതാംബിക. അപ്പോൾ ബഹിരാകാശത്ത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഷെവലിയർ ലീജിയൻ ദ ഓണർ എന്ന ബഹുമതി ഇവർക്ക് നൽകിയത്. എന്താണ്? ഫ്രാൻസാണ് നൽകിയിരിക്കുന്നത് അല്ലേ? അതായത് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. നമ്മുടെ ഭാരതരത്ന പോലെ ഫ്രഞ്ച് ഗവൺമെൻറ് ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയത് ആരാളുടെ? ഡോക്ടർ വി ആർ ലളിതാംബിക. ആ സിവിലിയൻ ബഹുമതിയുടെ പേരെന്താണ്? ഷെവലിയർ ലീജിയൻ ദ ഓണർ. ഓക്കെ, ഷെവലിയർ ലീജിയൻ ദ ഓണർ. ഈ ഡോക്ടർ വി ആർ ലളിതാംബിക മലയാളിയാണെന്ന് നമുക്കറിയാം. തിരുവനന്തപുരത്തെ പേട്ട സ്വദേശിനിയാണ്. ഓക്കെ, തിരുവനന്തപുരത്തുള്ള പേട്ട സ്വദേശിനിയാണ്. ഗഗൻയാൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, നമ്മുടെ ഗഗൻയാൻ പ്രോജക്റ്റ് ഡയറക്ടർ ഹട്ടൻ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞയാണ് ഗഗൻയാൻ്റെ നേതൃത്വം നൽകുന്നത്. അവരാരാണ്? ഡോക്ടർ വി ആർ ലളിതാംബിക. അവർക്ക് എന്ത് ലഭിച്ചു? ഇപ്പോൾ ISROയുമായിട്ട് നമ്മുടെ, അല്ലെങ്കിൽ ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള ബഹിരാകാശ രംഗത്തെ കോപ്പറേഷന് വേണ്ടിയിട്ട് വളരെയധികം സംഭാവനകൾ നൽകിയാൽ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഓണർ എന്ന പുരസ്കാരം അവർക്ക് ലഭിച്ചു. അടുത്തത് 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത് ഇന്ത്യൻ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശ്രദ്ധിക്കുക. INS സിന്ധു വിജയ്, ഓപ്ഷൻ ബി INS സത്പുര, ഓപ്ഷൻ സി INS തൽവാർ, ഓപ്ഷൻ ഡി INS ഇംഫാൽ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും സിന്ധു വിജയും ഒക്കെ പറയാൻ തോന്നും അല്ലേ? ഇല്ലേ? കാണുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും പരിചയമുള്ളത് എന്താണ്? INS സിന്ധു വിജയൊക്കെയാണ്. അപ്പോൾ 2023 കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ ഇൻഡിജിനസ് ആയിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച യുദ്ധക്കപ്പലാണ്. അതേതാടെ? ആദ്യമായിട്ട് ഒരു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തിലെ സിറ്റിയുടെ പേര് വരുന്ന INS ഇംഫാൽ. അപ്പോൾ INS ഇംഫാൽ എന്താണ്? INS ഇംഫാലിൻ്റെ പ്രത്യേകത? ഒരു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തിൻ്റെ
ആ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സിറ്റിയുടെ പേര് വരുന്ന ആദ്യത്തെ യുദ്ധക്കപ്പലാണ് എഴുതടേ INS ഇംഫാൽ. ഓക്കെ, ഇത് ഇങ്ങനെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മൂന്നാമത്തെ കപ്പലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഉത്തരം ഡി ആണ്. INS ഇംഫാലാണ് 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ. ഇനി ഞാൻ പറഞ്ഞു, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു നഗരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ യുദ്ധക്കപ്പലാണ് ഏതടെ? INS ഇംഫാൽ. ഓക്കെ, INS ഇംഫാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഒരു നഗരത്തിൻ്റെ. ഇംഫാൽ എവിടെയാണ്? മണിപ്പൂരാണ് അല്ലേ? അപ്പോൾ ഇംഫാൽ, INS ഇംഫാൽ ഒരു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തിലെ ഒരു സിറ്റിയുടെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ യുദ്ധക്കപ്പലും കൂടിയാണ് ഏതടെ? INS ഇംഫാൽ. വിശാഖപട്ടണത്തിലെ ക്ലാസ് 12th ഡെസ്ട്രോയറുകളിൽ മൂന്നാമത്തതാണ് ഏത്? INS ഇംഫാൽ. അതായത് വിശാഖപട്ടണം ക്ലാസ് 12th ഡിസ്ട്രോയറുകളിൽ എത്രാമത്തെയാണ്? മൂന്നാമത്തെ ആളാണ് നമ്മുടെ INS ഇംഫാൽ. നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വിശാഖപട്ടണത്തിലാണ്. ഇപ്പോഴത്തെ നമ്മുടെ നാവികസേന മേധാവി ആരാണ്? അത് അഡ്മിറൽ R ഹരികുമാർ. ഓക്കെ, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതായത് ആർമിയുടെ ആണെങ്കിലും നമ്മുടെ നേവൽ ബേസിസിൻ്റെ ആണെങ്കിലും ഇല്ലേ, എല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എയർഫോഴ്സിൻ്റെ ആണെങ്കിലും ഒക്കെ മേധാവിയെ ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചിരിക്കുക. അഡ്മിറൽ R ഹരികുമാർ. നമ്മുടെ നാവികസേനാ മേധാവി ആരാണ്? അഡ്മിറൽ R ഹരികുമാർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു പ്രത്യേകതയും കൂടിയുണ്ട് അല്ലേ? അദ്ദേഹം മലയാളിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യൻ നാവികസേനയെ നയിക്കുന്നത് ആരാണ്? നമുക്ക് അഭിമാനിക്കാം അല്ലേ? നമ്മുടെ ഒരു മലയാളിയാണ്, അഡ്മിറൽ R ഹരികുമാർ. അപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഏതെങ്കിലും ഒരു നഗരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ യുദ്ധക്കപ്പലാണ് ഏതടെ? INS ഇംഫാൽ. വിശാഖപട്ടണം ക്ലാസ് 12th ഡിസ്ട്രോയറുകളിൽ മൂന്നാമത്തെ യുദ്ധക്കപ്പലാണ് ഏത്? INS ഇംഫാൽ. ഇനി ഇന്ത്യൻ നാവികസേന മേധാവി ആരാണ്? അത് അഡ്മിറൽ R ഹരികുമാർ. ഇനി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതാണ്? സ്ഥിരം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. ഇന്ത്യൻ നാവികസേനയുടെ പങ്കിനെയും നേട്ടങ്ങളെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഡിസംബർ 4 രാജ്യം എന്തായിട്ടാണ് ആദരിക്കുന്നത്? ഇന്ത്യൻ നാവികസേനാ ദിനം. അപ്പോൾ ഡിസംബർ 4 എന്താണ്? ഇന്ത്യൻ നാവികസേന ദിനമാണ്. അതായത് ഇന്ത്യൻ നേവിയുടെ പങ്ക്. നമുക്കറിയാം, നമ്മുടെ ഫോഴ്സസുകളിൽ തന്നെ ഏറ്റവും ശക്തമായ ഫോഴ്സ് അല്ലേ, ഇന്ത്യൻ ഉൾക്കടലിൽ വളരെയധികം ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫോഴ്സ് എന്നാണ് നമ്മുടെ ഇന്ത്യൻ നേവി അറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ പങ്കിനെയും നേട്ടങ്ങളെയും ആദരിക്കുന്നത് എല്ലാ വർഷവും ഡിസംബർ 4 എന്തായിട്ട് രാജ്യം ആദരിക്കുന്നുണ്ട്? നാവികസേനാ ദിനം. ഡിസംബർ 4 എന്താണ്? നാവികസേന ദിനം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതാണടേ? അത് INS വിക്രാന്ത് ആണ്. ഒരു സ്ഥിരം PSC ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 2024 ജനുവരി 15 ഒരാൾ അന്തരിച്ചു അല്ലേ? അന്തരിച്ച ചലച്ചിത്ര സംഗീത സംവിധായകനാണ് KJ ജോയ്. 77 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. KJ ജോയ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഹാർമോണിയത്തിന് പകരം പണ്ടത്തെ സിനിമ ഗാനങ്ങളിൽ കൂടുതലായും ഉൾപ്പെടുത്തിയിരുന്ന ആ ഒരു സംഗീത ഉപകരണമായിരുന്നു ഹാർമോണിയം. ഓക്കെ, ഹാർമോണിയത്തിന് പകരം കീബോർഡും അക്കോർഡിയനും ഓക്കെ ഉൾപ്പെടെയുള്ള സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുതിയ തരത്തിലുള്ള സംഗീതം സൃഷ്ടിച്ച ആളാണ് ആരുടെ? നമ്മുടെ KJ ജോയ്. ഓക്കെ, അതായത് ഒരു പുതിയ യുഗം നമ്മുടെ മലയാള സിനിമാ രംഗത്ത് ഒരു സംഗീതത്തിൽ ഒരു പുതിയ യുഗം കൊണ്ടുവന്ന ആളെന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്, KJ ജോയ്. അപ്പോൾ 2024 ജനുവരി 15 അന്തരിച്ച ചലച്ചിത്ര സംഗീത സംവിധായകൻ ആരാണ്? അത് KJ ജോയ് ആണ്. അദ്ദേഹത്തിൻ്റെ വയസ്സ് 77 വയസ്സാണ്. അദ്ദേഹം എന്താണ് മെയിനായിട്ട് ചെയ്തത്? ഹാർമോണിയത്തിന് പകരം കീബോർഡും അക്കോർഡിയനും ഉൾപ്പെടെയുള്ള സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് പുതിയ അല്ലെങ്കിൽ നവീന സംഗീതം സൃഷ്ടിച്ചു. നവീന സംഗീതം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ, അതായത് ടെക്നിക്കലായിട്ട് നമ്മുടെ മ്യൂസിക്കിനെ കുറച്ച് മുന്നോട്ട് കൊണ്ടുവന്ന എന്നൊന്ന് ഉദ്ദേശിച്ചാൽ മതി. ആരാണ് നമ്മുടെ KJ ജോയ്.
അപ്പോൾ ഈ മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്നറിയപ്പെട്ടത് ആരാണ്? KJ ജോയ്. മലയാളത്തിൻ്റെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്നറിയപ്പെട്ടത് ആരാണ്? KJ ജോയ്. ആദ്യത്തെ സിനിമ ഏതാണ്? ഇദ്ദേഹം മ്യൂസിക് സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് ലവ് ലെറ്റർ. അവസാനത്തെ ചിത്രം ദാദ 1994. അതിനുശേഷം അദ്ദേഹം മ്യൂസിക് രംഗത്തേക്ക് ഒരുപാട് വന്നിട്ടില്ല. ഓക്കെ, ആദ്യത്തെ സിനിമ ലവ് ലെറ്ററും 1975, 1994 ദാദയാണ് അവസാന ചിത്രം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു വാക്കോർത്ത് വെച്ചോള, ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? KJ ജോയ്. ഓക്കെ, അദ്ദേഹം എന്താണ് ചെയ്തത്? കീബോർഡും അക്കോർഡിയനും ഉൾപ്പെടുത്തി പുതിയൊരു സംഗീത ശൈലി മലയാളത്തിൽ കൊണ്ടുവന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.